മൂന്നാമത് ആഗോള ഗ്രാമം പുരോഗമിക്കുകയാണ്. ഇക്കുറിയും ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുമായാണ് ആഗോള ഗ്രാമം സന്ദർശകരെ സ്വീകരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഗ്ലോബൽ വില്ലേജിൽ രാജ്യങ്ങൾ പങ്കെടുക്കുമ്പോൾ അതാത് രാജ്യങ്ങളുടെ പവലിയനുകൾ വ്യത്യസ്ത രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം പവലിയനുകളിൽ വെച്ച് ഏറ്റവും വലിയ പവലിയനും അതുപോലെ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന പവലിയനുകളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ പവലിയൻ. വലിപ്പം കൊണ്ടും നിർമ്മാണത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന പവലിയനാണ് ഇന്ത്യ പവലിയൻ. ഇക്കുറി ഇന്ത്യ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ഹവ മഹലിൻ്റെ മാതൃകയിലാണ്. നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ വിപണനം നടത്തുന്നുണ്ട്. കാഴ്ചകളിലേക്ക് പോകാം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ചെറുരൂപമാണ് ഈ പവലിയൻ. തലയെടുപ്പ് കൊണ്ടും കാഴ്ചകളുടെ വിരുന്നൊരുക്കിയും ഗ്ലോബൽ വില്ലേജിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പവലിയനുകളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യയുടേത്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ലാൻഡ്മാർക്കുകളിലൊന്നും വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രിയങ്കരവുമായ രാജസ്ഥാനിലെ ഹവ മഹലിന്റെ മാതൃകയിലാണ് ഈ പവലിയൻ നിർമ്മിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന കാഴ്ചകളും സംഗീതവും കലാപരിപാടികളുമെല്ലാം ആഘോഷിക്കുന്നതിനുള്ള മനോഹരമായ പശ്ചാത്തലമാണ് ഇവ ഒരുക്കുന്നത്. ഇന്ത്യയിലെ സംസ്കാര വൈവിധ്യങ്ങളും ഭാഷാ വേഷ ഭക്ഷണ വൈവിധ്യങ്ങളുമെല്ലാം പവലിയനിൽ പ്രകടമാണ്. തെക്കേ ഇന്ത്യയിലെയും വടക്കേ ഇന്ത്യയിലെയും എല്ലാ വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വച്ചിട്ടുണ്ട്. തുകൽ വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, ചെരുപ്പുകൾ, പുരാതന വസ്തുക്കൾ, കേരളത്തിൽ നിന്നുള്ള ചായയും കാപ്പിയും മസാലക്കൂട്ടുകളും ഉൾപ്പെടെ വിശാലമായ വിപണന കേന്ദ്രം കൂടിയാവുകയാണ് ഇന്ത്യ പവലിയൻ. തുണിത്തരങ്ങളുടെ വിപണിയും ഇവിടെ സജീവമാണ്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മുതൽ കൈകൊണ്ടു തുന്നിയ വസ്ത്രങ്ങളും പെയിന്റിംഗ് നടത്തിയവയും ചിത്രപ്പണികളും എംബ്രോയ്ഡറി ചെയ്ത വസ്ത്രങ്ങളുമെല്ലാം ഇവിടെ സുലഭമായി ലഭിക്കും. ചിത്രകാരന്മാർ മുതൽ ആദിവാസി എണ്ണ വിൽപ്പനക്കാർ വരെ ഇന്ത്യൻ പവലിയനിലെ സജീവ സാന്നിധ്യമാണ്. ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും വിരുന്നൂട്ടാൻ എല്ലാ ദിവസവും ഇന്ത്യൻ കലകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കലയോടും വാസ്തുവിദ്യയോടുമുള്ള രാജ്യത്തിന്റെ സ്നേഹം ഇന്ത്യ പവലിയനിൽ ദൃശ്യമാണ്. തത്സമയ സംഗീതവും നൃത്തപരിപാടികളും ആസ്വദിക്കാനും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സ്വാദിഷ്ടമായ പാചകരീതി ആസ്വദിക്കാനും ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെ ആദരിക്കുന്ന രീതിയിലുമാണ് ഈ പവലിയനിൽ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നെത്തിയ ഒരു കൂട്ടം സ്ത്രീകളും ഇവിടെ ചെറുചിരിയോടെ സന്ദർശകരെ സ്വീകരിക്കും. മാലയും കമ്മലും വളകളും അങ്ങനെ തനി രാജസ്ഥാനി ആഭരണങ്ങളുമായാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് രാജസ്ഥാനിൽ നിന്നുള്ള സ്റ്റോളുകളുണ്ട് ഇവിടെ. നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള ഓർണമെൻറ്റ്സും എല്ലാം ഇവിടെ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ വളകൾ, മാലകൾ, അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഇവിടെ രാജസ്ഥാനിൽ നിന്ന് മാത്രം എത്തിയിട്ടുള്ളത്. കയ്യിൽ ഏതു മാതൃകയിലുമുള്ള മെഹന്തി ഇട്ടു തരാനും ഇവർ ഇവിടെ ഒരുക്കമാണ്. കൂടെ സന്ദർശകരെത്തുമ്പോൾ ഒരു പാട്ട് പാടാനും ഇവർ റെഡി. പരവതാനികളും ജയ്പുരി രജായ്, തടികൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, ലോഹ കരകൗശല വസ്തുക്കൾ, ടെറാക്കോട്ട പാത്രങ്ങൾ, രാജസ്ഥാനി രീതിയിൽ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, പിച്ചള പാത്രങ്ങൾ, തുകൽ വസ്ത്രങ്ങൾ, വിലയേറിയ കല്ലുകൾ, മുത്തുകൾ എന്നിവ പതിപ്പിച്ച ആഭരണങ്ങൾ, വിവിധ വർക്കുകളുള്ള ലേഡീസ് സ്യൂട്ടുകൾ, കംപ്ലി സ്യൂട്ടുകൾ, കാശ്മീരി ഷോളുകൾ, ഗുജറാത്തി സാരി എന്നിങ്ങനെയെല്ലാം തന്നെ ഇവിടെ ഈ പവലിയനിലുണ്ട്. ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തുകയും ഇവയെല്ലാം വാങ്ങുകയും ചെയ്യുന്നത്. ഇനി ഏറ്റവും രുചികരമായ ഇന്ത്യൻ ഭക്ഷണത്തിലേക്കാണ്. വടക്കേ ഇന്ത്യൻ തെരുഭക്ഷണം മുതൽ ഏറ്റവും ജനപ്രിയമായ ദക്ഷിണേന്ത്യൻ ലഘുഭക്ഷണങ്ങൾ വരെ ഇവിടെ ലഭ്യമാകും. പ്രാദേശിക പാനീയങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. വായിൽ വെള്ളമൂറുന്ന മധുര പലഹാരങ്ങൾ വേറെയും.
അങ്ങനെ ഇന്ത്യൻ പവലിയനിൽ തീർച്ചയായും രുചിമൂളങ്ങളെ ഇളക്കിവിടുന്ന സ്റ്റാളുകളും റെഡിയാണ്. കാശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിലെ രുചിയൂറുന്ന ഭക്ഷണവും കഴിച്ചാണ് ആളുകൾ ഇന്ത്യ പവലിയനിൽ നിന്ന് മടങ്ങുന്നത്.